ദൈവം നമ്മളെ നടത്തുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട വഴികളിലൂടെയല്ല, നമ്മളുടെ ജീവിതത്തിന് നല്ലതെന്ന് തോന്നുന്ന ആവശ്യമുള്ള വഴികളിലൂടെയാണ്. കൃത്യമായിട്ട് മനസ്സിലാകണം. ഇഷ്ടപ്പെട്ട വഴികളല്ല, ആവശ്യമുള്ള വഴികൾ. നമ്മൾ ഈ വഴി ഇപ്പോൾ കടന്നു പോകുന്ന വഴി ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കില്ല, പക്ഷേ ആ വഴിയിലൂടെ കടന്നു പോയാലാണ് ദൈവത്തിന് നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫെയ്ത്തും അതുപോലെ എൻ്റെ റീസണിങ്ങും തമ്മിൽ ഒരു ക്രാഷ് ഉണ്ടാകുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചില സമയം നടക്കാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് കലഹിക്കുക, എന്താ ദൈവമേ എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്, എന്താ ഈ വഴിയിലൂടെ ഞാൻ പോകുന്നത്? ഓർക്കേണ്ടത് ഇത്രയുള്ളൂ, നീ ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെ എല്ലാ ദൈവത്തിനും നയിക്കുന്നത്. നിന്റെ ജീവിതത്തിന് ഇതിലൂടെ പോയാലാണ് ചില കാര്യങ്ങൾ നടത്താൻ പറ്റും. നീ ചിന്തിച്ചു നോക്കി, ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഈ വിവാഹം കഴിച്ചത് കൊണ്ടായിരിക്കാം ഞാൻ ഇവിടെ സ്വസ്ഥമായിട്ട് സമാധാനം നടക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഈ തോൽവി ഉണ്ടായപ്പോഴായിരിക്കാം ഞാൻ മറ്റൊരു വഴിയിലൂടെ ഈ ബിസിനസ് തുടങ്ങാമെന്ന് ചിന്തിച്ചത്. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമ്മളൊന്ന് കൂട്ടിച്ചേർത്ത് ചിന്തിച്ചു നോക്കി. അതൊക്കെ വരുമ്പോൾ ഓർക്കുക, ദൈവം നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ദൂതൻ വന്ന് പറഞ്ഞ് ഔസേപിതാവിനോട് പറഞ്ഞത്, ഈ കുഞ്ഞിനെയും മാതാവിനെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോക്കോ. അവരാഗ്രഹിച്ച് അവിടെ താമസിക്കണമെന്നാണ്. എന്നാൽ ദൂതൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അതനുസരിച്ച് അവർ ഇറങ്ങിത്തിരിക്കുക. ദൈവം അവരുടെ ജീവിതത്തിന് ആവശ്യപ്പെട്ട ഒരു കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിലായാലും ഇങ്ങനെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ആ സമയത്ത് തകർന്നു പോകരുത്. ആവശ്യമുള്ള ചില കാര്യങ്ങളിലൂടെ കർത്താവ് നമ്മളെ നയിക്കുന്നുണ്ടാകും. അതിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളീ മസിൽ പിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. മസിൽ പിടിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ള വഴിയിലൂടെ എനിക്ക് നടക്കാൻ പറ്റില്ല. എനിക്ക് ദൈവം വേണ്ട, ഞാൻ ഈ കുമ്പസാരിക്കില്ല, കുർബാന വേണ്ട, എനിക്ക് ആരും വേണ്ട എന്ന് ചിന്തിക്കാതിരിക്കാം, പ്രാർത്ഥിക്കാം.